പന്തീരങ്കാവ് പീഡനക്കേസ് ഒരുപക്ഷെ സമീപകാലത്ത് കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. നമ്മൾ വളരെ ദുഃഖത്തോടു കൂടിയാണ്, വളരെ ഞെട്ടലോടു കൂടിയാണ് പന്തീരങ്കാവിലെ യുവതിയുടെ വെളിപ്പെടുത്തലുകൾ ഓരോന്നായി കേട്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ആ യുവതി പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു. താൻ അന്ന് തൻ്റെ അച്ഛൻ്റെ പ്രേരണ മൂലം, അച്ഛൻ നിർബന്ധിച്ചത് മൂലം പറയുമായിരുന്നു. ഭർത്താവിന് ഈ രീതിയിൽ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ യുവതി തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കേസിലാണെങ്കിൽ ഈ രാഹുലിനെ ജർമ്മനിയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി CBIയുടെ അടക്കം സഹായത്തോടു കൂടി പോലീസ് വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ യുവതിയുടെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലും ഒരു മലക്കമറിച്ചിലും ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് ഈ കേസിൽ സംഭവിക്കുന്നത് എന്നുള്ളതും കൂടി സംസാരിക്കുകയാണ് നമ്മൾ. എന്തായിരിക്കും നിഷാദ് ഈ യുവതി ഇപ്പോൾ ഇങ്ങനെ ഒരു മലക്കമറിയാനുള്ള കാരണം? അത് നമുക്ക് എന്താ പറയുക, അതിനെക്കുറിച്ച് വ്യക്തതയില്ല. സത്യം പറഞ്ഞാൽ ഈ അവരെന്തുകൊണ്ട് അവരുടെ നിലപാട് മാറ്റിയെന്ന് മനസ്സിലാക്കാൻ അവരുടെ ഏറ്റവും പുതിയ വീഡിയോയിലും പറ്റുന്നില്ല. വീട്ടുകാർ നിർബന്ധിച്ചത് കൊണ്ടാണ് ഭർത്താവിനെതിരെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്ന് പറയുന്ന അവർ, അങ്ങനെ വീട്ടുകാർ നിർബന്ധിക്കാൻ വീട്ടുകാരുടെ ഒരു മോട്ടീവ് എന്താണ്? അത് പറയേണ്ട ഒരു കാര്യമാണല്ലോ. എന്തിനാണ്? വളരെ സമാധാനപൂർണ്ണമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ദാമ്പത്യം, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമായ ദാമ്പത്യം, അവിടെ നിന്ന് മകളെ വിളിച്ചുകൊണ്ട് വന്ന് ഭർത്താവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കണമെന്ന് നിർബന്ധിക്കാൻ വീട്ടുകാരുടെ മോട്ടീവ് എന്താണ്? ആ കാരണം വിശദീകരിക്കാൻ കഴിയുമ്പോഴാണ് വീട്ടുകാർ നിർബന്ധിച്ചിട്ടാണ് ഞാനിതൊക്കെ പറഞ്ഞതെന്ന കാര്യം നിലനിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നിലനിൽക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട സംഗതി, അവർക്ക് എന്തോ ചില പ്രശ്നങ്ങൾ അവരുടെ ദാമ്പത്യത്തിൽ ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കിടയിൽ ഒരു വഴക്കുണ്ടാവുകയും മോൾക്കൊരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കിയ അച്ഛൻ, മോളോട് സ്നേഹവും വാത്സല്യവുമുള്ള ഉത്തരവാദിത്വ ബോധമുള്ള അച്ഛൻ മോളെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വരുന്നു. ഇങ്ങനെ പ്രശ്നമാണെങ്കിൽ മർദ്ദനം കിട്ടിയെന്ന് പറയുമ്പോൾ ആർക്കായാലും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. മകളെ ഭർത്താവ് മർദ്ദിച്ചു എന്ന് പറയുമ്പോൾ പ്രശ്നം ഉണ്ടാവും. നമ്മൾ ഈ സമീപകാലത്തെ ദാമ്പത്യ തർക്കങ്ങളും അതിൻ്റെ പേരുണ്ടായിട്ടുള്ള അപകടങ്ങളും ദുരന്തങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളവരാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടായെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും പിന്നെ ഇപ്പോൾ ഡിവോഴ്സ് കേസിലേക്ക് പോകുമ്പോൾ ഡിവോഴ്സ് കേസിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള സംഗതികൾ വാദമുഖങ്ങളായി വരും, ആക്ഷേപങ്ങളായി വരും. അതാവും അങ്ങനെയാവും സംഭവിച്ചിട്ടുണ്ടാവുന്നതാണ്. പക്ഷെ അതിനിടയ്ക്ക് എപ്പോഴോ അവർ നേരിട്ട് ഈ പെൺകുട്ടിയെ വിളിച്ച് സംസാരിച്ച് അച്ഛനറിയാതെ ഒരു ധാരണ ഉണ്ടാക്കി. ആ ധാരണ അടിസ്ഥാനത്തിൽ കേസ് ഒഴിവാക്കാമെന്നതിലേക്ക് അവരെത്തുന്നു. കേസ് ഒഴിവാക്കണമെങ്കിൽ ഈ പറഞ്ഞതൊക്കെ പിൻവലിച്ചേ പറ്റുള്ളൂ. ഈ കേസ് പിൻവലിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു, എന്നാലേ അയാൾക്ക് ജർമ്മനിയിൽ തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഐ തിങ്ക് അവർ തമ്മിലുണ്ടാക്കിയ ഒരു ധാരണ അടിസ്ഥാനത്തിൽ അവർ കോടതിക്ക് പുറത്ത് വെച്ച് കേസ് സെറ്റിൽ ചെയ്തിട്ട് കോടതിയിൽ ഇനിയിപ്പോൾ ഈ FIR ക്വാഷ് ചെയ്യാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണേണ്ട കാര്യം. അച്ഛൻ മനഃപൂർവ്വമായി മകളുടെ കുടുംബജീവിതം തകർക്കാനും അച്ഛനെന്തോ വിരോധമുള്ള ഈ ഭർത്താവിനെ ഇല്ലാതാക്കാനും ശ്രമിച്ചു എന്നൊന്നും ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ല. ഇത്രയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ സംഗതികൾ വരണം. പോലീസാട്ടെ അവരുടെ ചാർജ് ഷീറ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിനകത്തൊന്നും ഞങ്ങൾ ഇടാൻ പോകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഒരു കാര്യമുള്ളത്, ഈ പെൺകുട്ടി അവരേതൊക്കെ തരത്തിലുള്ള മാനസികാവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്, എന്തുകൊണ്ടാണ് അവർക്ക് അന്നങ്ങനെ പറയേണ്ടി വന്നത്, ഇന്ന് അവർ തിരുത്തേണ്ടി വരുന്നതെന്ന് നമുക്കറിയാത്ത കാര്യമാണ്. അതുകൊണ്ട് നമുക്കതൊരു ജഡ്ജ്മെൻറ്റിലായി ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇത്തരം ട്വിസ്റ്റുകൾ ഉണ്ടാകുന്നത് ഇത്തരം കേസുകളുടെ ഒരു വിശ്വാസ്യതയെ ബാധിക്കാൻ പോകുന്ന കാര്യമാണ്. കാരണം പെൺകുട്ടികൾ അവർക്ക് വീട്ടിൽ നേരിടുന്ന പീഡനത്തെക്കുറിച്ച് പറയുമ്പോൾ, പെൺകുട്ടികൾ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് പറയുമ്പോൾ വ്യാജമായിരിക്കും ഇവ. അനാവശ്യമായി സ്ത്രീകൾക്ക് വല്ലാത്ത നിയമപരമായ പ്രിവിലേജ് ഉണ്ട്, ആ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് ആണുങ്ങളെ കൊടുക്കുകയാണ് എന്നൊരു വലിയ നരേറ്റീവ് ഒരു ഭാഗത്ത് കാര്യമായി നടക്കുന്നുണ്ട്. ആണുങ്ങളുടെ അവകാശത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ ആരുമില്ല എന്ന് പറയുന്ന ആളുകൾ പെൺകുട്ടികളൊന്ന് കരഞ്ഞു കാണിച്ചാൽ അപ്പം തന്നെ ഗുരുതരമായ കേസുകൾ ഉണ്ടാവുകയാണ്. ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് ഈ കേസ് ഒരു മരുന്നിട്ട് കൊടുക്കും എന്ന പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നിർഭാഗ്യകരമാണ്. കണ്ടോ, പന്തീരങ്കാവിലൊരു സംഭവം ഉണ്ടായപ്പോൾ എല്ലാവരും കൂടി ആഘോഷിച്ചു. ഫൈനലി എന്തായി? ഇനിയൊരു കേസ് വന്നാലും ജെനുവിൻ കേസിനെ പോലും സംശയിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുമോ എന്നതാണ് നമ്മളിതിനകത്ത് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് ആ അച്ഛൻ്റെ കാര്യമാണ്. സ്വന്തം മകൾ ഒരു സ്ഥലത്ത് ഒരു മോശം സിറ്റുവേഷനിലാണ് ഉള്ളത്. അവരെ കെട്ടിക്കൊണ്ടുപോയ ഭർത്താവ് അവരെ പീഡിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ മർദ്ദിച്ചു, അവരെ എന്താ പറയുക ഫോൺ ചാർജർ കൊണ്ട് കഴുത്ത് കുരുക്കി കൊല്ലാൻ ശ്രമിച്ചു എന്ന് മകൾ പറഞ്ഞാൽ, മകൾ തന്നെ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. അച്ഛൻ എന്താണ് ചെയ്യേണ്ടത്? അച്ഛൻ മോളെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേ, സ്വാഭാവികമല്ലേ, ഭർത്താവുമ്പോൾ ചിലപ്പോൾ ഒന്ന് തല്ലിയെന്നിരിക്കും എന്ന് പറയാതെ പോരെ എൻ്റെ കൂടെ എന്ന് പറയുകയും മോളെ വിളിച്ചുകൊണ്ട് വരികയും ഈ ഏർപ്പാട് വേണ്ട എന്ന് പറയുകയുമാണ് അയാൾ ചെയ്തിട്ടുള്ള എൻ്റെ വിചാരം.
എനിക്ക് അയാളുടെ ഭാഗത്തൊരു തെറ്റും ആ നിലയ്ക്ക് ഇതുവരെയുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത്, നാളെ ഒരു പക്ഷേ ഇത് മാറിയേക്കാം, ഇതുവരെയുള്ള ഇൻഫർമേഷൻ വെച്ച് ഞാൻ പറയുന്നത് മകൾക്ക് ഭർത്താവ് തല്ലെന്ന് പറയുമ്പോൾ നീ അവിടെ നിൽക്കണ്ട പോരെ എന്ന് പറഞ്ഞ അച്ഛനെ നമുക്ക് അവിടെ കുറ്റപ്പെടുത്താൻ പറ്റും. മനുഷ്യർ അങ്ങനെയാണ് തയ്യാറാവേണ്ടത്. സെറ്റാവാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പിള്ളേരെ മീൻസ് അവരുടെ മക്കളെ ഫോഴ്സ് ചെയ്യാതിരിക്കുക എന്നതാണ് അയാളെടുത്ത സമയം. ഇന്ന് അയാൾ പറഞ്ഞു ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ മകളെ സ്നേഹിക്കുന്നു, അതിനാണ് ഞാൻ വിളിച്ചത്, ഇപ്പോൾ അവർ വേറെ എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടാക്കി കാണും എന്നാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളിനകത്തുണ്ട്. ഒന്ന്, എനിക്ക് അച്ഛനെ കുറ്റപ്പെടുത്താൻ, അച്ഛൻ എന്തിന് സമ്മർദ്ദം ഉണ്ടാക്കി, എന്തെങ്കിലും റോങ് ആയിട്ടുള്ള ഉദ്ദേശം സമ്മർദ്ദം ചെലുത്തിയെന്ന് കാണാൻ നമ്മുടെ മുമ്പിൽ ഒരു തെളിവില്ല. തനിക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോളെ സംരക്ഷിക്കാൻ അയാളെടുത്ത ഒരു സ്റ്റെപ്പിനെ നമുക്ക് തള്ളിപ്പറയാൻ പറ്റുന്ന സാഹചര്യം ഇപ്പോൾ ഇല്ല. മൂന്നാമത്തേത്, ഇത്തരം മാറി മാറി വരുന്ന ട്വിസ്റ്റുകൾ ഈ സമാനമായ സംഭവങ്ങളിലുണ്ടാകും. സ്ത്രീധന പീഡന കേസുകൾ കൂടിക്കൊണ്ടേയിരിക്കുന്ന, അല്ലെങ്കിൽ പണ്ട് മുതലേ ഉണ്ട്, അത് കൂടുതൽ വിസിബിൾ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അത്തരം കേസുകളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ഒരു കൂട്ടം ആളുകൾക്ക് ധൈര്യം പകരുമോ എന്ന ആശങ്ക കൂടിയാണ് ഈ കേസിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ജിംസ്, ഈ മകളെ മിസ്സിംഗ് എന്നാണ് ഇപ്പോൾ അച്ഛൻ പറയുന്നത്. അപ്പോൾ എന്താ തോന്നുന്നത്, എന്തായിരിക്കാം കാരണം? ഇപ്പോൾ രാഹുൽ ഇനി ഈ യുവതിയെ വിളിച്ച്, ഭാര്യയെ വിളിച്ച് വേറൊരു തരത്തിലുള്ള പ്രേരണ നടത്തിയതിൻ്റെ ഭാഗമായിരിക്കുമോ? ഈ മനുഷ്യരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേ നമ്മളിങ്ങനെ ഇരുന്ന് അഭിപ്രായം പറഞ്ഞാൽ എനിക്ക് ചെറിയ ചളിപ്പുണ്ട്. വലിയ ചളിപ്പുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങളിൽ, അത് പ്രണയമാണെങ്കിൽ പ്രത്യേകിച്ചും, നമുക്ക് നിയമം കൊണ്ട് നിർവചിക്കാൻ കഴിയാത്ത സംഭവങ്ങൾ അതിലുണ്ടാകും. കാരണം പ്രണയത്തിലും യുദ്ധത്തിലും നിയമങ്ങളില്ലല്ലോ. അപ്പോൾ രണ്ടുപേരും വിവാഹം കഴിക്കുക എന്നുള്ളത് പ്രണയത്തിലാവുക എന്നുകൂടിയാണ്. അപ്പോൾ അതിൽ ഉണ്ടായ അക്രമങ്ങൾ ഒരു നിയമ സംവിധാനത്തിന് മുമ്പിലേക്ക് വരികയാണ്. അതിലുണ്ടായ അക്രമങ്ങൾ എന്നുദ്ദേശിക്കുന്നത് ക്രമം തെറ്റിയിട്ടുള്ള, നിയമപരമായ ക്രമം തെറ്റിയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും അത് നിയമത്തിൻ്റെ മുമ്പിലേക്ക് വരികയും ചെയ്യുന്നു. കാരണം ഇത് നമ്മളൊരു ഫാമിലി കോർട്ടിൽ പോയിരുന്നാൽ നമുക്കത് മനസ്സിലാവും. അതായത് അവർ സന്തോഷത്തിലായിരുന്ന സമയത്ത് രണ്ടുപേരും എൻജോയ് ചെയ്തിരുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ക്രൈമായിട്ട് കോടതിയുടെ മുമ്പിൽ വരും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇവിടെ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ, ഇത് വിവാഹം കഴിഞ്ഞ് May 5 വിവാഹം കഴിഞ്ഞുള്ളൂ. വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് തന്നെ ഇതൊരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയുടെ മുമ്പിലേക്ക് വരുന്നു. പോലീസ് കേസെടുക്കുന്നില്ല എന്ന് പരാതി വരുന്നു. അവിടെ ഒരു അച്ഛൻ സ്വീകരിച്ച നിലപാട്, അച്ഛൻ മകളെ വിളിച്ചുകൊണ്ട് പോവുകയും നിയമ നടപടിക്ക് പ്രേരിപ്പിക്കുകയും ചെയ്ത നിലപാടിനെ വലിയ തോതിൽ ആളുകൾ പ്രശംസിക്കുന്നു. അതിന് കാരണം ഇതുപോലൊരു സംഭവം കൊട്ടിയത്തുണ്ടായിട്ട് ഒരു പെൺകുട്ടിയുടെ ജീവിതം അവസാനിച്ചു. അപ്പോൾ ആ അച്ഛനെ കുറ്റപ്പെടുത്തുമായിരുന്ന ആളുകൾ, നിങ്ങൾ എന്തുകൊണ്ടാണ് മകളെ അവിടെ നിന്ന് രക്ഷിച്ചില്ല എന്ന് അച്ഛനെ കുറ്റപ്പെടുത്തുകയാണ്. പക്ഷേ ഇവിടെ ഈ അച്ഛനെ പ്രശംസിക്കുകയാണ്. ഇത് സ്വാഭാവികമായിട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, മാതൃകാപരമാണ്. ഇവിടെ പിന്നീട് എന്താ സംഭവിക്കുന്നത്, വളരെ ചുരുങ്ങിയ കാലം ദാമ്പത്യത്തിലുണ്ടായിരുന്ന 2 പേര്, അതിലിപ്പോൾ ഒരാൾ ഒരു കേസെടുക്കപ്പെട്ടതിൻ്റെ ഒരു ജാമ്യത്തിലേക്ക് പോകുന്നു. ഈ പെൺകുട്ടി തിരുവനന്തപുരത്ത് അവിടെ ജോലിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനിടയിൽ ഞാൻ മുമ്പ് പറഞ്ഞത് മൊത്തം തെറ്റാണെന്ന് പറഞ്ഞ് സ്ത്രീ വന്ന് പറയുകയാണ്. ഞാൻ അതിൽ ആ സ്ത്രീയെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ഇതാണ് രാഹുൽ എന്തോ ബ്രെയിൻ വാഷ് ചെയ്ത് അത് ചെയ്യിപ്പിച്ചാണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, 2 പേരും തമ്മിൽ സ്നേഹത്തിലാണ്. ആ സ്നേഹത്തിലായിരിക്കുന്ന 2 പേരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. ഒരാളെ മർദ്ദിക്കുന്നൊരവസ്ഥയുണ്ടായി. അവർ തമ്മിൽ സ്വാഭാവികമായിട്ടും വഴക്കിട്ട് വേർപിരിഞ്ഞു വന്നു. ഇവർ തമ്മിൽ പ്രണയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ മറ്റേ ആൾ കരഞ്ഞ് കാല് പിടിച്ചാൽ മതി, ഇനി ഞാൻ മേലെ ആവർത്തിക്കില്ല, എനിക്ക് നിന്നെ എത്ര ഇഷ്ടമാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ത്രീകൾ ക്ഷമിച്ച് കളയും. അങ്ങനെ ക്ഷമിക്കണോ വേണ്ടെന്നുള്ളത് വേറെ കാര്യമാണ്, അത് വേറെ തന്നെ ഡിസ്കഷനാണ്. പക്ഷേ ഇതിങ്ങനെ സംഭവിച്ചതാണെങ്കിലോ നമ്മളെങ്ങനെയാണ് ജഡ്ജ്മെൻറ്റിലായിട്ട് പറയുക, അത് ഇങ്ങനെ അവൾ ചെയ്ത് ശരിയായില്ല, അല്ലെങ്കിൽ ഇവൻ ചെയ്ത് ശരിയായില്ല? എനിക്കതിൽ അഭിപ്രായമില്ല. ഇത് നിയമബാഹ്യമായ ഇമോഷൻസിൻ്റെ ഒരു തലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങനെയല്ല, ഏതെങ്കിലും ഭീഷണി വഴിയാണ്, അവിടെ ജർമ്മനിയിൽ നിന്നിട്ട് നിന്നെ തട്ടിക്കളയും, നീ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് വേറെ വിഷയമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ പോലീസിൻ്റെ അതിൽ നിലപാട് എനിക്ക് സത്യസന്ധമായിട്ട് തോന്നുന്നു. പോലീസ് പറയുന്നത് ഞങ്ങൾ കുറ്റപത്രം കൊടുക്കും, ഫോറൻസിക് റിപ്പോർട്ട് കൂടി വരാൻ്റെ അത് കോടതി സമർപ്പിക്കും, ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും പറയാൻ കോടതി പറയട്ടെ. അതൊരു നല്ല തീരുമാനമായിട്ടാണ് പോലീസ് എടുത്തൊരു തീരുമാനം, നല്ലതായിട്ട് തോന്നുന്നു. കോടതി തീരുമാനിക്കട്ടെ, അത്രയേ ഉള്ളൂ. എന്തായാലും സമൂഹവും മനസാക്ഷിയും വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും രോഷം പ്രകടിപ്പിക്കുകയും ചെയ്ത സംഭവമാണ്. അതിലിപ്പോൾ ഇങ്ങനെ ട്വിസ്റ്റുകൾ വരുന്നത് എന്തായാലും ഇത്തരം കേസുകളിൽ ഒരു നല്ല പ്രവണതയായി വരില്ല എന്നുള്ളത് മാത്രമാണ് ഇതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്ന നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.